ഹലോ ഗായ്സ്, ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സിനിമക്ക് പോയാലോന്നുണ്ട്. ഇന്ന് ദൃശ്യം 3ക്ക് പോവാണ്. ഈ ഇൻട്രോ ഒക്കെ കണ്ട് പേടിക്കണ്ട, ഇതെൻ്റെ കോസ്റ്റ്യൂമൊന്ന് വീഡിയോ എടുത്താണ്. ഇതാണ് അനിയൻ്റെ കോസ്റ്റ്യൂം. അനിയനുണ്ട്, അവൻ്റെ ബൈക്കിന് പോകാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അവൻ്റെ ബൈക്ക് എടുത്ത് അങ്ങ് ഇറങ്ങാൻ നിൽക്കുകയാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അനിയനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അവൻ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ട്, അവനെ നോക്കി നിൽക്കുകയാണ്. 6:19 6:00ക്കാണ് ഷോ. അവനാണ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനിയൻ അവനൊന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പയ്യെ അങ്ങോട്ട് ചലിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പുറകെ എത്തി. അവന് വീഡിയോ എടുക്കുന്നുണ്ട്, എന്താണെന്ന് വിചാരിച്ചാണ് ഈ നോക്കണം. വെയിറ്റ് ചെയ്ത് സമയം പോകുന്നുണ്ട്. ഞങ്ങൾ വേഗം കത്തിച്ച് വിടുകയാണ്. സിനിമ തുടങ്ങാറായേ. പിന്നെ രണ്ടാമത് വണ്ടി എടുത്തപ്പോൾ അനിയന് വയ്യാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഓടിക്കാൻ പറഞ്ഞു. എവിടെ പോയാലും ഉള്ളതാണ്, അനിയൻ പകുതി നേരം വണ്ടി ഓടിക്കും, എന്നിട്ട് ബാക്കി പകുതി എൻ്റെ അടുത്ത് ഓടിക്കാൻ പറയും. എന്താ ചെയ്യുക? അങ്ങനെ തിയേറ്ററിലെത്തി. മാതാമാധുരിയിലാണ് വന്നേക്കണം. QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് അത് തിയേറ്ററിൽ കാണിക്കണം. അതാണ് ഇവിടുത്തെ രീതി. അതുകൊണ്ട് പാർക്കിങ്ങിന് മുന്നേ ഞാൻ അനിയനെ പറഞ്ഞിട്ട് വേഗം പോയി ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ അനിയൻ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളകത്ത് കയറി. ഭാഗ്യത്തിന് പടം തുടങ്ങിയിട്ടുണ്ടായില്ല, പക്ഷെ ഹെവി തിരക്കായിരുന്നു കേട്ടോ. ദൃശ്യം 1ഉം 2ഉം എങ്ങനെയാണോ ഫസ്റ്റ് ഹാഫ് പോകുന്നത്, അത് തന്നെയാണ് ദൃശ്യം 3യിലും വരുന്നത്. കുടുംബവും കുറച്ച് തമാശകളൊക്കെ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്. ഇൻ്റർവെല്ലായി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പോപ്കോൺ മേടിച്ചു. പിന്നെ അത് സ്ഥിരം മേടിക്കുന്ന ഒരു സംഭവം മാറിക്കഴിഞ്ഞു. പിന്നെ കൂടെ ഒരു കുപ്പിവെള്ളം മേടിച്ച്. പിന്നെയും പടത്തിൻ്റെ ബാക്കി സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആയതോടുകൂടി. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡിൻ്റെയും അത്ര വന്നില്ലെങ്കിൽ പോലും 3 നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയ മൂവി തന്നെയാണ്. എന്തൊക്കെ വന്നാലും പടം നല്ല കളക്ഷൻ തൂക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നൈറ്റിലത്തെ ഡിന്നർ എവിടെ നിന്ന് കഴിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത് നല്ല നെയ്ച്ചോറും പൊരിച്ച കോഴിയും കിട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. അൺലിമിറ്റഡ് നെയ്ച്ചോറും പിന്നെ ഗ്രേവിയും നല്ല വലിയ പീസ് ചിക്കൻ പൊരിച്ചതും അച്ചാറും കച്ചമ്പറും. ഇതാണ് ഒരു കോമ്പിനേഷൻ. അത് 110 രൂപയാണ് ഇവർ കൊടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. ഇന്നിപ്പോൾ നല്ലൊരു മൂവി കണ്ടതിൻ്റെ ഒരു സംതൃപ്തിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റും.